ഇത് വരയ്ക്കാൻ പഠിച്ചാലോ? ബാ. അപ്പോൾ ഈ ഡ്രോയിങ് നമ്മൾ ചെയ്യുന്നത് ബ്രഷ് പെൻസും അതേപോലെ തന്നെ കളർ പെൻസിൽസും വെച്ചിട്ടാണ്. അപ്പോൾ ഇതിൽ നമ്മൾ ബേസ് ലെയർ അപ്ലൈ ചെയ്യാനാണ് നമ്മൾ ബ്രഷ് പെൻസ് യൂസ് ചെയ്യുന്നത്. അതിൻ്റെ ശേഷം ഡീറ്റെയിൽസ് ആഡ് ചെയ്യാനായിട്ട് കളർ പെൻസിൽസും. അപ്പോൾ നമ്മൾ വൈറ്റ് വെച്ചിട്ട് ഡീറ്റെയിൽസ് ആഡ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതായത് ഇതിൻ്റെ മേലെ നമുക്ക് നല്ല ഇതിൻ്റെ ടെക്സ്ചർ കുറച്ച് ഡിഫറൻ്റ് ആയിട്ടുള്ള ടെക്സ്ചറാണ്. അപ്പോൾ ആ ടെക്സ്ചർ കിട്ടാനായിട്ട് നമ്മൾ കളർ പെൻസിൽസ് വെച്ചിട്ട് ഡീറ്റെയിൽ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് നമ്മൾ ഒരു വൈറ്റ് പെൻസിൽ വെച്ചിട്ട് ഹൈലൈറ്റ്സ് മാർക്ക് ചെയ്യുക. അതേപോലെ ഡാർക്ക് ആയിട്ടുള്ള കളർ പെൻസിൽസ് യൂസ് ചെയ്തിട്ട് നമ്മൾ കുറച്ചുകൂടി അധികം ഡീറ്റെയിൽസ് ഉള്ളത് അതുകൂടി ആഡ് ചെയ്ത് കൊടുക്കുക. പിന്നെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പുറം ഭാഗമാണ്. അതിന് നമ്മൾ വരയ്ക്കാനായിട്ട് മൊത്തം ബ്രഷ് പെൻസ് തന്നെയാണ് യൂസ് ചെയ്യുന്നത്. കളർ പെൻസിൽസ് കുറച്ചേ യൂസ് ചെയ്തിട്ടുള്ളൂ. പിന്നെ അടുത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ സീഡ് വരയ്ക്കാനാണ്. സീഡ് വരയ്ക്കണതിൽ ആണ് മെയിനായിട്ട് ഇതിൻ്റെ ഹൈലൈറ്റ്സ് ആഡ് ചെയ്യേണ്ടത്. അതിൽ ബ്ലാക്ക് സീഡ്സ് വരച്ചതിന് ശേഷം വൈറ്റ് പെന്നോ പെൻസിലോ യൂസ് ചെയ്തിട്ട് നമ്മൾ ഇതിൻ്റെ മേലെ ഹൈലൈറ്റ്സ് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് റിയലിസ്റ്റിക് ലുക്ക് കിട്ടും. ഇനി ലാസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് എവിടെയെങ്കിലും ഇരിക്കുന്നതായിട്ട് തോന്നിക്കാനായിട്ട് നമ്മൾ ഇതിൻ്റെ ഷാഡോസ് താഴെ വരച്ചു കൊടുക്കുക. അതുകൂടി കഴിഞ്ഞാൽ നമ്മുടെ ഡ്രോയിങ് കംപ്ലീറ്റ് ആയി. അപ്പോൾ ഇതുപോലത്തെ വീഡിയോസിനായിട്ട് എന്നെ ഫോളോ ചെയ്യുക. എൻ്റെ കൂടെ ജേണിയിൽ കൂടുക. ഓക്കെ, ബൈ ബൈ.